ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കലും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ 2 വീഡിയോൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ കാലിക്കറ്റ് ടു അബുദാബി പോകുന്ന ഒരു യാത്രയിലാണ്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ അകത്താണ്, മുകളിലാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഇപ്പോൾ അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് എങ്ങനെ ടിക്കറ്റ് ഓൺലൈനായി എടുക്കുക, അതൊക്കെയാണ് ഇപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. ഇന്ത്യ എക്സ്പ്രസ്സിൽ ആകാശത്തിലൂടെ ഇങ്ങനെ പറക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ പോയിട്ട് ലാൻഡ് ചെയ്യുന്നത്, അതുപോലെ പിന്നെ എയർപോർട്ടിനകത്തുള്ള പ്രൊസീജിയർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ക്വാറന്റൈൻ സെൻറ്ററിലോട്ട് എങ്ങനെയൊക്കെ പോകുക, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ, അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റസ് അവിടെ നിന്ന് വരുന്നത്. അതെന്താന്ന് വെച്ചാൽ അവർ മദ്യം സെയിൽ ചെയ്യാണ്. നമ്മൾ പൈസ കൊടുത്താൽ നമുക്ക് അവർ മദ്യം തരും. അതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ അവർ നമുക്കുള്ള ഭക്ഷണം എത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബോക്സാണ് അവർ തന്നിട്ടുള്ളത്. ഈ ബോക്സിൻ്റെ അകത്ത് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും ബോക്സ്, പിന്നെ വെള്ളം വേണമെങ്കിൽ വീണ്ടും വീണ്ടും തരും. ബോക്സ് ഒരാൾക്ക് ഒന്നേ തരുള്ളൂ. നമുക്ക് ഈ ബോക്സ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അവർ എല്ലാവർക്കും അത് സപ്ലൈ ചെയ്യാണ് ഭക്ഷണം. ഞാനിത് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ബോട്ടിൽ വെള്ളമുണ്ട്, പിന്നെ ഒരു ചെറിയൊരു പ്ലം കേക്ക്, പിന്നെ ചെറിയൊരു കഷ്ണം ബ്രെഡ്. ഈ 3 നമുക്കവർ ഭക്ഷണമായിട്ട് തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഫ്ലൈറ്റിനകത്ത് എന്താണ് ഭക്ഷണം എന്നുള്ളത്. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. വെള്ളം വേണമെങ്കിൽ ഇനിയും കിട്ടും. വേണ്ടി വന്നിട്ടുണ്ട്. ബോക്സ് അവർ തിരിച്ചെടുത്തു. നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അവർ വീണ്ടും തരും ചോദിച്ചു കഴിഞ്ഞാൽ. ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ ബാക്കിൽ സീറ്റിൽ ഞാൻ കാണിച്ചു തരാം. അവർ വെള്ളത്തിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ടാവും. അവിടെ നമുക്ക് പോയിട്ട് എടുക്കാം. ഇപ്പം മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ ബോക്സ്. വെള്ളം വേണമെങ്കിൽ ഇവിടെ വന്നാലും നമുക്ക് വെള്ളം എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ സീറ്റ് ഒന്ന് മാറി ബാക്കിലോട്ട് വന്നിരുന്നു. ഇതാണ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ബാത്റൂം. ഒന്ന് പോയി നോക്കാം നമുക്ക്. ഇതാണ് ഫ്ലൈറ്റിൻ്റെ ബാത്റൂം. ഒരു വാഷ് ബേസ് ഉണ്ട്, ടോയ്ലറ്റും ഉണ്ട്. വാഷ് ബേസ് നോർമലി സാധാരണ പോലെ വെള്ളമാണ് വരുന്നത്. പക്ഷെ ടോയ്ലറ്റ് അങ്ങനെയല്ല. ടോയ്ലറ്റ് എയറാണ് വരുന്നത്. പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എയറാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? അതായത് ഫ്ലൈറ്റ് മോശം കാലാവസ്ഥയിലൂടെ പോകുമ്പോൾ ഇതുപോലെ ഭയങ്കരമായിട്ട് കുലുക്കം സംഭവിക്കും. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫ്ലൈറ്റ് മുകളിൽ നിന്ന് കുലുങ്ങാണ്. കാലാവസ്ഥ മോശമായിട്ടാണ്. അതായത് മേഘമൊക്കെ ഉണ്ടായിട്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഈ സമയത്ത് അവർ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ട് പറയും ബാത്റൂം ഒന്നും യൂസ് ചെയ്യരുതെന്ന്. ഇരിക്കുന്നവർക്ക് ഇരിക്കുക, സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കുന്നവർക്ക് ഇരിക്കാൻ അവർ പറയൽ. അപ്പോൾ അദ്ദേഹം ആ കുട്ടീനായിട്ട് ബാത്റൂമിലേക്ക് വന്നതാണ്. പക്ഷെ ഈ സമയത്ത് ബാത്റൂമിൽ പോകാൻ കഴിയില്ല. നോർമൽ അതിൻ്റെ ശേഷം മാത്രമേ ബാത്റൂമിൽ പോകാൻ കഴിയുള്ളൂ.
അതായത് മോശം കാലാവസ്ഥ വരുന്നതിന് മുമ്പ് തന്നെ ഇവർ അനൗൺസ്മെൻറ്റ് ചെയ്യും, എല്ലാവരും സീറ്റ് ബെൽറ്റൊക്കെ ധരിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇതിങ്ങനെ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നോർമലായത്. ഇപ്പോൾ നോർമലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും എണീറ്റത്. ഇത്രയും പേര് ഇപ്പോൾ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ബാക്കത്തെ ഈ 6 സീറ്റ് എൻ്റെ അടുത്ത് തന്നെയാണ്. കുറച്ച് നേരം പുറത്ത്, കുറച്ച് നേരം അപ്പുറത്തൊക്കെ ആയിട്ട്. ഇപ്പോൾ അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്. എല്ലാവരും സീറ്റ് ബെൽറ്റൊക്കെ ധരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ ബാത്റൂമിൽ പോകുന്നവരോടൊക്കെ ഉടനെ പോകാൻ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പോകാൻ കഴിയില്ല. ലാൻഡ് ചെയ്യാനായി കഴിഞ്ഞാൽ. Your hand baggage must now be stored in the ottomans or under the seat in front of you. Please ensure that your seat bag is upright, tables and seat belts securely fastened. Please keep your window shades open for landing. ഏതാനും മിനിറ്റുകൾക്ക് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അബുദാബിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റ് താഴ്ന്നിട്ടാണ് പറക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് താഴത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നത്. എല്ലാവരും ലാൻഡ് ചെയ്യാൻ വേണ്ടി റെഡിയായി, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കണം. വളരെ താഴ്ന്ന് പറക്കുന്നതുകൊണ്ടാണ് ഇത്രയും താഴത്തു നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫ്ലൈറ്റ് താഴ്ന്നുകൊണ്ട് നിൽക്കുകയാണ്. ഉടനെ ലാൻഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ കാണുന്നത് അബുദാബി ടു ദുബായ് റോഡാണ്. ഈ റോഡ് അതുപോലെ അബുദാബി ടു ദുബായ് റോഡാണ് ഈ കാണുന്നത്. ഇതാ നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിലോട്ടെത്തി. ഈ റോഡിന്റെ അടുത്താണ് നമ്മളെ അബുദാബി എയർപോർട്ട്. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ഇതാ റൺവേയിൽ എത്തിയിട്ടുണ്ട്. റൺവേയിൽ ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേ ആണിത്. ടച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ജെർക്കിംഗ് ഒക്കെ ഉണ്ടാവും. ടച്ച് ചെയ്തു. അപ്പം നമ്മൾ റൺവേയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും വളരെ സേഫായിട്ട് ഇവിടെ ഇറങ്ങി.
ഈ ഹാൻഡ് ബാഗ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാനാണ് അവർ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. അത് ഡബിൾ ചെക്ക് ചെയ്യാൻ നമ്മൾ തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് അവർ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. Requesting all passengers to kindly remain seated. ഞങ്ങളെല്ലാവരും സീറ്റ് ബെൽറ്റൊക്കെ കഴിച്ചു. അതുപോലെ ഇവിടുത്തെ ഇപ്പോഴുള്ള ടെമ്പറേച്ചർ, ഇവിടുത്തെ ടൈമും കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. എല്ലാവരും പുറത്തിറങ്ങാൻ വേണ്ടി റെഡിയായി. പക്ഷെ ആരും എണീറ്റിട്ടൊന്നുമില്ല. സാധാരണയൊക്കെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ഉടനെ എല്ലാവരും എണീക്കും ഹാൻഡ് ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട്. हमारे सभी यात्रियों के सुरक्षा के लिए हम आपसे अनुरोध करते हैं कि जाने से पहले अपने सामान को दोबारा जांच कर इसे सही यंत्र के साथ बैग बदल जाने की संभावना नहीं रहेगी। एयरटेक एक्सप्रेस लिमिटेड तरह सभी लोगों की ओर से हम आपकी सुखद प्रवास की कामना करते हैं। एयरटेक एक्सप्रेस से यात्रा करने के लिए धन्यवाद। आशा है कि आप शीघ्र उड़ान में फिर स्वागत का अवसर देंगे। റൺവേയിൽ നിന്ന് പാർക്കിങ്ങിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആരും ഇതുവരെ എണീറ്റിട്ടൊന്നുമില്ല. ഓരോരുത്തരൊക്കെ എണീക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. ലൈറ്റൊക്കെ ഓൺ ചെയ്തു. അങ്ങനെ ഓരോരുത്തർ എണീക്കാൻ തുടങ്ങി. ആ കാണുന്നതാണ് നമ്മൾ ഹാൻഡ് ബാഗ് വെക്കുന്ന സ്ഥലമാണത്. അവിടെയാണ് നമ്മൾ ഹാൻഡ് ബാഗ് വെക്കാറ്. ഇപ്പോൾ ഫ്ലൈറ്റിൽ യാത്രക്കാർ കുറവായതുകൊണ്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ അവിടെ സ്പേസ് കുറവാകും. പിന്നെ എല്ലാവരും അവരവരുടെ ഹാൻഡ് ബാഗ് എടുത്തു. ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങാണ്. ഞങ്ങളിതാ ഫ്ലൈറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാണ്. ഇതാണ് ഞങ്ങൾ എത്തിയ ഫ്ലൈറ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ. ഇവിടെ നിന്ന് എയർപോർട്ടിലോട്ട് പോകാനുള്ള ബസ്സാണിത്. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും ഇപ്പം ഞങ്ങൾ വന്ന ഫ്ലൈറ്റ്. അങ്ങനെ ബസ്സിലാണ് ഇപ്പം ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ബസ് ഇറങ്ങി എയർപോർട്ടിനകത്തേക്ക് പ്രവേശിച്ചു. ഇവിടെ എന്തൊക്കെ പ്രൊസീജിയർ നമുക്ക് കാണാം. അപ്പം നമുക്ക് അവിടെ നിന്ന് എയർപോർട്ടിൽ തന്ന ഒരുപാട് പേപ്പറുണ്ട്, 4 പേപ്പർ. അതൊക്കെ ഫില്ല് ചെയ്ത് ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് അതൊക്കെ ഇവിടെ എവിടെ കൊടുക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ സമയം നമുക്കിപ്പോ ബാങ്ക് കൊടുക്കുന്ന കേൾക്കുന്നുണ്ടോ? ഏകദേശം മഗ്‌രിബിന്റെ ടൈമായി ഞങ്ങളിവിടെ ഇറങ്ങിയപ്പോ. ഇനി എത്ര സമയം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നൊക്കെ നമുക്ക് കാണാം. സാധാരണ പോലെയല്ല ഇപ്പൊ ഇവിടുന്ന് ഡയറക്റ്റ് ക്വാറന്റൈൻ സെന്ററിലോട്ടാണ് പോകാറ്. അത് എങ്ങനെ എങ്ങോട്ടെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഞങ്ങളിതാ എങ്ങോട്ടാന്നറിയാതെ ഇങ്ങനെ മുന്നോട്ട് നടന്നു പോണ്.
മുന്നിലുള്ളവർ എങ്ങോട്ടാ പോകുന്നത് അങ്ങോട്ട് എല്ലാവരും അവരെ പിന്തുടർന്ന് പോവാണ്. ഇവിടുന്ന് ഒരാൾ പറഞ്ഞു അങ്ങോട്ടാണെന്ന്. ഇവിടെ ചില സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഉൾവശമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോൾ ഇവിടെയൊക്കെ യാത്രക്കാർ ഇരിക്കുന്നവർ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങളതൊന്നും ശ്രദ്ധിക്കാതെ നേരെ മുന്നോട്ട് നടന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു ക്യൂ കണ്ടു. അതിന്റെ ബാക്കിൽ ഞങ്ങൾ നിന്നു. ക്യൂ ഏകദേശം ഒരു 5 മിനിറ്റ് നിന്നു. 5 മിനിറ്റ് നിന്നപ്പോൾ മനസ്സിലായത് അത് വെറുതെ നിന്ന ക്യൂ ആണ്. അങ്ങനെ അവരെ പോലെ ഞങ്ങളും എന്താണ് ഏതാണെന്നറിയാതെ അവിടെ ഇവിടെയൊക്കെ അറിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഇവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പോകാനുള്ള ബസ് റെഡി ആയിട്ടില്ലെന്ന്. ഞാൻ ഏകദേശം 1 മണിക്കൂറിന് ശേഷം മുംബൈയിൽ നിന്ന് വന്ന ഫ്ലൈറ്റിൽ വന്നവരോട് വരാൻ പറഞ്ഞു. അവരാണ് ആദ്യം വന്നിട്ടുള്ളത്. അവരായിട്ട് ഞങ്ങൾ വരുമ്പോൾ അവിടെ ഇരുന്നത്. അങ്ങനെ അവരാദ്യം വിളിച്ചു. അവരാണ് ഇപ്പോൾ ഈ പോകുന്നത്. മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റ്. അങ്ങനെ ഞാനും ഒരു സ്ഥലം ഇരിക്കാൻ വേണ്ടി കണ്ടെത്തി. അവിടെ ഞാനിരുന്നു. അധികം സമയമൊന്നും കഴിഞ്ഞില്ല. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചു. ഞാനിതാ ഇമിഗ്രേഷൻ ഭാഗത്തെത്തി. ഇവിടെ നമ്മൾ ക്യാമറ എടുക്കുന്നില്ല. ഓക്കെ, നമ്മുടെ പാസ്പോർട്ടിൽ സീലടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നു. ഞങ്ങളെ ലഗേജിന്റെ അടുത്ത് എത്തിച്ചേർന്നു. സാധാരണ നമ്മൾ ലഗേജിന് വെയിറ്റ് ചെയ്യാറാണ്. ഇപ്പോൾ ലഗേജ് നമ്മളെ വെയിറ്റ് ചെയ്യാണ്. കാരണം 1 മണിക്കൂറിലധികം നമ്മളവിടെ ഇരുന്നു. അത് കാരണം എന്റെ ബാഗ് ഇവിടെ ഉണ്ടോ നോക്കാം. ഇതാ നിൽക്കുന്നു. ഇതാണ് എന്റെ ബാഗ്. ഞാനും ബാഗ് എടുത്തു. എന്നാലും എൻ്റെ പേരൊന്ന് കൺഫേം ആക്കി. കാരണം ഇതുപോലത്തെ ബാഗ് മറ്റുള്ളവരുടെ അടുത്ത് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ഇദ്ദേഹം പറയുന്നുണ്ട് കോഴിക്കോട് നിന്ന് വന്നവർ ആ ലൈനിൽ പോകാൻ. അങ്ങനെ ഞാനും ആ ലൈനിൻ്റെ ബാക്കിലോട്ട് ഞാനും അവരുടെ കൂടെ കൂടി. അങ്ങനെ ഇനി അടുത്തത് നമ്മൾ എയർപോർട്ടിന്റെ പുറത്തേക്കാണ്. ഇപ്പോൾ സമയം ഇശാ ബാങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഏകദേശം എത്ര ടൈം നമ്മൾ അകത്തിരുന്ന് നിങ്ങൾക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. മഗ്‌രിബിന്റെ ടൈമിൽ ഞങ്ങൾ ഇറങ്ങി. ഇശാന്റെ ടൈമിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഇദ്ദേഹം എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്. ഇതേപ്പോൾ പറയുന്നത് എന്താണ്, ആ പേപ്പറൊക്കെ നമ്മൾ വെറുതെ പൂരിപ്പിക്കുകയല്ലേ.
ഞാനിപ്പോൾ ചിന്തിക്കുന്ന കാര്യം, നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് 4 പേപ്പർ തന്നു ഫില്ല് ചെയ്തിട്ട് ഇത് അബുദാബി കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇതുവരെ ആ പേപ്പർ ആരും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ആ പേപ്പർ ഞങ്ങളെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഫ്ലൈറ്റിലിരുന്ന് ഫില്ല് ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം അബുദാബി എയർപോർട്ടിന്റെ പുറത്തേക്കുള്ള എൻട്രൻസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെയും ഒരു ലൈൻ കണ്ടു. അപ്പോൾ ഇത് ബസ്സിൽ കയറാനുള്ള ലൈനാണെന്ന് തോന്നുന്നു. ഞങ്ങളെല്ലാവരും കാലിക്കറ്റിൽ നിന്ന് വന്ന യാത്രക്കാർ തന്നെയാണ്, ഒരേ ഫ്ലൈറ്റിൽ വന്ന യാത്രക്കാർ. ഞങ്ങൾക്ക് വേണ്ടി പുറത്ത് ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി. ഏകദേശം 2 മണിക്കൂർ എയർപോർട്ടിനകത്തായിരുന്നു. എന്താ ഞങ്ങളെയും കാത്ത് അബുദാബി ട്രാൻസ്പോർട്ട് ബസ്സാണിത്. ലഗേജൊക്കെ താഴെ പുറത്ത് വെച്ചു, ലഗേജ് ഏരിയയിൽ. അങ്ങനെ ഇതാ ബസ്സിൻ്റെ അകത്തേക്ക് കയറി. അങ്ങനെ ഫ്രണ്ടിലുള്ള സീറ്റ് തന്നെ ഞാൻ പോയിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ച ഒരു സീറ്റിൽ ഒരാളായിരുന്നു. ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി. ഇനി എങ്ങോട്ടാണെന്ന് അറിയാതെ ബസ്സിലിരിക്കുകയാണ് എല്ലാവരും. ക്വാറന്റൈൻ സെന്ററിലേക്കാണെന്ന് അറിയാം, പക്ഷെ ഏത് സെന്ററിലേക്കാണെന്ന് അറിയില്ല. 2-3 ക്വാറന്റൈൻ സെന്റർ അബുദാബിയിലുണ്ട്. അങ്ങനെ സുഹൃത്തിന്റെ വണ്ടിയാണ് ഫ്രണ്ടിൽ കാണുന്നത്. സുഹൃത്ത് ഡ്രൈവറുമായി സംസാരിച്ചു. സുഹൃത്ത് ഫ്രണ്ടിലുണ്ടാവും, അതിന്റെ ബാക്കിൽ ഞങ്ങളോടും പോകാൻ പറഞ്ഞു. അങ്ങനെ ബസ് എടുത്തു. മുന്നിലൊരു ബസ്സും ബാക്കിലൊരു ബസ്സും ഞങ്ങളെ കൊണ്ടുപോവാണ്. മുന്നത്തെ ബസ്സിന്റെ ഫ്രണ്ടില് സുഹൃത്തുക്കളുടെ വണ്ടിയുണ്ട്, അതായത് ഇവിടുത്തെ പോലീസ് വണ്ടി. അങ്ങനെ ബസ് ഞങ്ങളെയും വായിച്ച് എയർപോർട്ടിൽ നിന്നും ക്വാറന്റൈൻ സെന്ററിലേക്ക് പോവാണ്. സാധാരണ വരുന്ന യാത്രക്കാർ പ്രൊസീജിയേഴ്സ് കഴിയാൻ വേണ്ടി മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങൾ അധികം സമയമൊന്നും വെയിറ്റ് ചെയ്തില്ല. ഞങ്ങളത് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെ ബസ്സിലുണ്ട്. ആരും കാര്യമായിട്ട് ടയർഡൊന്നുമില്ല. വളരെ മനോഹരമായ ഒരു യാത്രയാണ് അബുദാബിയുടെ തെരുവിലൂടെ. ഞാൻ ബസ് ഡ്രൈവറുമായിട്ട് ചോദിച്ചു ഏത് ക്യാമ്പിലോട്ടാണ് പോകുന്നതെന്ന്. എന്നോട് പറഞ്ഞു റസീൻ 2 എന്ന് പറയുന്ന ക്യാമ്പിലോട്ടാണെന്ന്. അങ്ങനെ ഇത് അബുദാബി ദുബായ് റോഡിലെത്തി. നമ്മൾ മുമ്പ് മുകളിൽ നിന്ന് കണ്ട റോഡാണിത്.
ദുബായിൽ നിന്നും അബുദാബിയിലോട്ട് പോകുന്ന റൂട്ടാണിത്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ ആ മനോഹരമായ യാത്ര അവസാനിക്കാൻ പോവുകയാണ്. ഞങ്ങളിതാ ഞങ്ങളുടെ ക്യാമ്പിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ക്വാറന്റൈൻ താമസിക്കുന്ന ക്യാമ്പാണ് ഈ കാണുന്നത്. ഈ വലിയ ക്യാമ്പിലാണ് ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇതുപോലത്തെ ഒരു ക്യാമ്പ് മാത്രമല്ല, വേറെയും ക്യാമ്പുകളുണ്ട്. സെക്യൂരിറ്റി വന്ന് ബസ്സിൻ്റെ നമ്പർ നോട്ട് ചെയ്യാണ്. അതുപോലെ ബസ് ഡ്രൈവറോട് ബസ്സിൽ എത്ര യാത്രക്കാരുണ്ടെന്ന് ചോദിച്ചു. 38 പേരാണെന്ന് ബസ് ഡ്രൈവർ പറഞ്ഞു. അങ്ങനെ ഗേറ്റ് ഓപ്പണായി. ക്യാമ്പിൻ്റെ അകത്തേക്ക് കയറി ഞങ്ങൾ. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മളെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ക്യാമ്പിൻ്റെ അകത്ത് ഞങ്ങൾ കയറി. ഞങ്ങൾ ഫ്രണ്ടിൽ വന്ന ബസ്സാണ് കാണുന്നത്. അവരവിടെ പോയിട്ട് തിരിച്ച് വരികയാണ്. അപ്പോൾ തിരിച്ചു വന്നിട്ടാണ് ഞങ്ങൾ ഇറക്കാനുള്ളത്. ഞങ്ങളെ ബസ്സും അതുപോലെ തിരിച്ചു. ഇതാ ബാക്കിൽ വേറെയും ബസ്സുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്നും പുറത്തിറങ്ങി ഓരോരുത്തരായിട്ട് ലഗേജ് എടുത്തു. ബസ്സിൽ നിന്നും ഇനി എന്താണെന്ന് അറിയാതെ ഞങ്ങളിതാ അങ്ങോട്ട് നടക്കുകയാണ്. നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊത്തമായിട്ട് സാനിറ്റൈസ് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാതെ ഓരോരുത്തരെയും അവരെ ദേഹത്തും അതുപോലെ അവരുടെ ലഗേജും സാനിറ്റൈസ് ചെയ്യണവർ. നിങ്ങൾ കാണുന്നുണ്ടാവും, നമ്മൾ മൊത്തമായിട്ടാണ് അവർ സാനിറ്റൈസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ബാഗേജ് ഇവിടെ വെച്ചു. ലഗേജും അതുപോലെ ഹാൻഡ് ബാഗും അവിടെ വെച്ചിട്ട് ഞങ്ങളോട് ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞു. ഈ കസാലയിൽ 1 by 1 ആയിട്ട് പോയിരിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ മുമ്പ് വന്നവരായിരുന്നു അത്. എല്ലാവരും സേഫ് ഡിസ്റ്റൻസ് അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഏകദേശം 2 മീറ്റർ ഗ്യാപ്പിലാണ് ഓരോരുത്തരും ഇരിക്കുന്നത്.
ഇങ്ങനെ നോക്കിയാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് ഇവിടെ ഇവർ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് ഓരോരുത്തരായിട്ട് അവർ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഫ്രണ്ടിലെത്തി. ഇനി അടുത്ത് എൻ്റെ നമ്പറാണ്. ഒരാൾ എണീക്കുമ്പോൾ അടുത്ത് ഞാൻ എണീറ്റ് അവിടെ പോയിരിക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയർ. ഇനി ഇത് കഴിഞ്ഞാൽ അപ്പുറത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും കുറച്ച് പേര് ഇരിക്കുന്ന, അവിടെയും പോകണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ PCR ടെസ്റ്റ്. അങ്ങനെ PCR ടെസ്റ്റ് കഴിഞ്ഞു. ഇവിടെ നമ്മൾ നമ്മുടെ പാസ്പോർട്ടും എമിറേറ്റ്സ് ഐ ഡിയും കൊടുത്തിട്ട് നമ്മുടെ റൂം നമ്പർ റെഡിയാക്കി. അത് കഴിഞ്ഞ് നമ്മൾ ലഗേജ് എടുത്തു. ഈ ലഗേജ് എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തൊരു ചെക്കിംഗ് ഉണ്ട്. അവിടെ നമ്മളെ ബാഗിൽ സിഗരറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അകത്തേക്ക് കയറ്റില്ല. അത് ഇവർ വാങ്ങിച്ചിട്ട് നമ്മൾ ക്വാറന്റൈൻ കഴിഞ്ഞ് പോകുമ്പോൾ ഇവർ നമുക്ക് തരും. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് റൂമിലോട്ട് ബസ്സിലാണ് ഇനി പോകുന്നത്. അപ്പോൾ ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.